എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ഭേദഗതി ബില്ലായിട്ടുള്ള VBG റാംജി ബില്ലും അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ ദേശീയ സെസ് ബില്ലുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഈ രണ്ട് ബില്ലുമാണ് പഠിക്കാൻ പോകുന്നത്. ഒരു കറണ്ട് അഫയർ ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് VBG റാംജി ബില്ല്. ഇതെന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് VBG റാംജി. അതിനുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. VBG റാംജി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മുഴുവൻ പേര് അഥവാ ഫുൾ ഫോം എന്താണെന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് VBG റാംജിയുടെ മുഴുവൻ പേര്. ഒന്നുകൂടെ പറയാം, വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് മുഴുവൻ പേര്, ഈ ഒരു ബില്ലിൻ്റെ മുഴുവൻ പേരായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്നത് ഈ ഒരു പേരിലാണ്. നമുക്കറിയാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആയിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ പേരിപ്പം മാറ്റി എന്താണ് VBG റാംജി ബില്ലെന്ന് ആക്കി. അതായത് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. അപ്പം നിങ്ങൾ പത്രങ്ങളിലെല്ലാം കേട്ട് കാണും. അതായത് പ്രതിപക്ഷം ഇതിനെതിരെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്നതിനെ സംബന്ധിച്ചിട്ട് പ്രതിപക്ഷമൊക്കെ ഒരുപാട് അവരുടെ പ്രതിഷേധങ്ങൾ അറിയിച്ച ബില്ല് കൂടിയാണ് ഇത് കേട്ടോ. അപ്പം പഠിച്ചു വെക്കുക. VBG റാംജി ബില്ലിൻ്റെ മുഴുവൻ പേരെന്താണ്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് മുഴുവൻ പേര് വരുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചത് ആരാണെന്നുള്ള പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ശിവരാജ് സിംഗ് ചൗഹാനാണ് നമ്മുടെ ഈ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ആരാണ്? കേന്ദ്ര ഗ്രാമ വികസന മന്ത്രിയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഈ നമ്മുടെ VBG റാംജി ബില്ല് അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ഗ്രാമ വികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് VBG റാംജി ബില്ല് അവതരിപ്പിച്ചത്. അദ്ദേഹം ആരാണ്? കേന്ദ്ര ഗ്രാമ വികസന മന്ത്രിയാണ് അദ്ദേഹം. ക്ലിയർ ആണ്? അടുത്തത് നമ്മുടെ ഈ ഒരു ബില്ലിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് വികസിത് ഭാരത് അറ്റ് 2047 എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ തൊഴിൽ എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പഠിച്ചു വെക്കും, ഒരു മാർക്ക് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു VBG റാംജി ബില്ലിനെ പറ്റിയൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇനി വരുന്ന എല്ലാ എക്സാംസിനും. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ഈ VBG റാംജി ബില്ലിൻ്റെ ലക്ഷ്യം എന്താണ്? വികസിത് ഭാരത് അറ്റ് 2047 എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ തൊഴിൽ. അപ്പം ലക്ഷ്യം എന്താണ്? വികസിത് ഭാരത് അറ്റ് 2047 എന്ന ലക്ഷ്യത്തോടെ ഗ്രാമീണ തൊഴിൽ എന്നാണ് ഈ ഒരു VBG റാംജി ബില്ലിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത് ഇത് അവതരിപ്പിച്ച ഡേറ്റുകളും പാസ്സാക്കിയത് ഒക്കെയാണ്. നമ്മൾ ആ ഡേറ്റുകളാണ് ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളൂ. ഇത് അവതരിപ്പിച്ച തീയതി 2025 ഡിസംബർ 16 ലോക്സഭയിൽ നമ്മുടെ ആരാണ്? കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 16 അവതരിപ്പിച്ചു. ലോകസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 18. പരീക്ഷയ്ക്ക് ചോദിക്കും, ലോകസഭ എന്നാണ് പാസ്സാക്കിയത്? 2025 ഡിസംബർ 18 ഈ ബില്ല് ലോകസഭ പാസ്സാക്കിയത്. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് അതിനെ അടുത്ത് നോക്കാം. ലോകസഭ പാസ്സാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ബില്ല് പോകുന്നത്? അടുത്ത രാജ്യസഭയിലോട്ടല്ലേ. അപ്പോൾ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ്? 2025 ഡിസംബർ 19 രാജ്യസഭ പാസ്സാക്കിയത്. അതുപോലെ തന്നെ രാഷ്ട്രപതി ഒപ്പിട്ടതെന്നാണ്? 2025 ഡിസംബർ 21 രാഷ്ട്രപതി ഒപ്പിട്ട് അതൊരു നിയമമാവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. അവതരിപ്പിച്ച തീയതി എന്നാണ്? ഈ ഒരു ബില്ല് അവതരിപ്പിച്ച തീയതി 2025 ഡിസംബർ 16 അവതരിപ്പിച്ചു. അതുകൂടാതെ തന്നെ ലോകസഭയിൽ പാസ്സാക്കിയ തീയതി എന്നാണ്? 2025 ഡിസംബർ 18 ലോകസഭ പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം തന്നെ 2025 ഡിസംബർ 19 രാജ്യസഭ പാസ്സാക്കി. അതുപോലെ തന്നെ 2025 ഡിസംബർ 21 രാഷ്ട്രപതി ഒപ്പിട്ടത്. ഈ ഒരു ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടത്. ക്ലിയർ ആണ്? ഇനി നമ്മൾ ഈ ഒരു ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബില്ലിൻ്റെ പ്രധാന സവിശേഷതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച തൊഴിൽ ദിനങ്ങളാണ് കേട്ടോ. അത് പഠിച്ചു വെച്ചോളൂ. ഒന്നാമത്തെ സവിശേഷത എന്താണ്? വർദ്ധിച്ച തൊഴിൽ ദിനങ്ങളാണ്. അതായത് ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. ക്ലിയർ ആണ്? അത് പഠിച്ചു വെച്ചോണം. നേരത്തെ ഇത് 100 ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ 100 ദിവസം ഒരു കുടുംബത്തിന് 100 ദിവസം എന്നുള്ളൊരു
പ്രതിവർഷം 100 ദിവസം എന്നുള്ളൊരു തൊഴിൽ ദിനം അത് കൂട്ടി 125 ദിവസമാക്കി. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, വർദ്ധിച്ച തൊഴിൽ ദിനങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ഗ്രാമീണ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. 125 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകുന്നു. നേരത്തെ 100 ആയിരുന്നു, ഇപ്പം 125 ആക്കി കേട്ടോ. ക്ലിയർ ആണ്? പ്രതിവർഷം. അടുത്ത രണ്ടാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ തൊഴിലാളി പ്രോത്സാഹനം കേട്ടോ. തൊഴിലാളി പ്രോത്സാഹനം അതെന്താണെന്ന് നോക്കാം. ആദ്യമായി ജോലി നേടുന്നവർക്ക് 6 മാസത്തിന് ശേഷം 7500 രൂപയും സാമ്പത്തിക സാക്ഷരതാ പരിപാടി പൂർത്തിയാക്കിയാൽ 12 മാസത്തിന് ശേഷം 7500 രൂപയും ആകെ 15000 രൂപയും നൽകുന്നു കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം. എന്താണ്? തൊഴിലാളി പ്രോത്സാഹനമാണ് രണ്ടാമത്തെ പ്രധാന സവിശേഷത. കേട്ട് പഠിച്ചോളൂ. ആദ്യമായി ജോലി നേടുന്നവർക്ക് 6 മാസത്തിന് ശേഷം 7500 രൂപയും സാമ്പത്തിക സാക്ഷരതാ പരിപാടി പൂർത്തിയാക്കിയാൽ 12 മാസത്തിന് ശേഷം 7500 രൂപയും നൽകുന്നു. അങ്ങനെ ടോട്ടൽ 15000 രൂപ വരെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സവിശേഷത എന്ന് നോക്കാം. അടുത്ത സവിശേഷത എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ആസൂത്രണമാണ്. എന്താണെന്ന് നോക്കാം. വികസിത് ഗ്രാമ പഞ്ചായത്ത് പ്ലാനുകൾ VGPPS വഴി പ്രാദേശിക തലത്തിൽ ആസൂത്രണം നടത്തുകയും ദേശീയ മാസ്റ്റർ പ്ലാനുമായി അഥവാ PM ഗതിശക്തിയുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സവിശേഷത? എന്താണ്? ഗ്രാമീണ ആസൂത്രണം. ഗ്രാമീണ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞാണ് വികസിത് ഗ്രാമപഞ്ചായത്ത് പ്ലാനുകൾ വഴി പ്രാദേശിക തലത്തിൽ ആസൂത്രണം നടത്തുകയും ദേശീയ മാസ്റ്റർ പ്ലാനുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമത്തെ സവിശേഷത, ഗ്രാമീണ ആസൂത്രണം. അടുത്ത നോക്കാം. നാലാമത്തെ സവിശേഷത എന്ന് പറഞ്ഞാൽ സമയബന്ധിത വേതനം. എന്താണെന്ന് നോക്കാം. വേതനം 7 ദിവസത്തിനുള്ളിൽ നൽകണം, അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണം. അപ്പോൾ സംസ്ഥാന സർക്കാരാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. നാലാമത്തെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് വേതനം. അതായത് നമുക്കിപ്പോൾ ഒരു തൊഴിലുറപ്പ് ദിവസത്തെ പണി എടുത്തു കഴിഞ്ഞാൽ അത് 7 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് ഈ ഒരു ബില്ല് പ്രകാരം പറയുന്നത്. 7 ദിവസത്തിനുള്ളിൽ നൽകണം, അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ നൽകാൻ സാധിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ആ നഷ്ടപരിഹാരം നൽകുന്നത് സംസ്ഥാന സർക്കാരായിരിക്കണം. നേരത്തെ ആയിരുന്നെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മതിയാണ്. ഇനിയിപ്പോൾ പുതിയ ബില്ല് പ്രകാരം വേതനം 7 ദിവസത്തിനുള്ളിൽ നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നാലാമത്തെ സവിശേഷത, സമയബന്ധിത വേതനം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തേത് ഗ്രാമീൺ തൊഴിൽ കാർഡ്. അതായത് ജോബ് കാർഡുകൾ പകരം ഗ്രാം ഗ്യാരണ്ടി കാർഡുകൾ നൽകുന്നു. പഠിച്ചു വെച്ചോളൂ. ഗ്രാമീൺ തൊഴിൽ കാർഡാണ് അഞ്ചാമത്തെ പ്രധാന സവിശേഷത. അതെന്താണ്? ജോബ് കാർഡുകൾക്ക് പകരം ഗ്രാം ഗ്യാരണ്ടി കാർഡുകൾ നൽകുന്നു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ളതൊന്ന് പഠിച്ചങ്ങ് പോവാം. അപ്പോൾ ഈ ഒരു ബില്ലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, പോയിന്റ്സുകളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു ബില്ലുമായിട്ട് ബന്ധപ്പെട്ട്? ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ദിവസമാക്കി. ഒരു വർഷം 100 തൊഴിൽ ദിനങ്ങൾ എന്നുള്ളത് എത്ര ദിവസമായിട്ട് മാറ്റി? 125 ദിവസം ആക്കി. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് 10% വിഹിതം എന്നുള്ളത് 40% ആക്കി. അതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% കേന്ദ്രവും 10% സംസ്ഥാനവും എന്നായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ അതായത് ഈ ഒരു ബില്ല് പ്രകാരം 60% കേന്ദ്രവും 40% സംസ്ഥാനവും എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബില്ല് പ്രകാരം ആക്കിയിട്ടുണ്ട്. അതാണ് 40% എന്നുള്ളതാക്കിയത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. സംസ്ഥാനങ്ങൾക്ക് 10% വിഹിതം എന്നുള്ളത് 40% ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 60 അതായത് 60 കേന്ദ്രത്തിൻ്റെ അതായത് 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വേതനത്തിൽ വഹിക്കേണ്ടത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും 90% നിലനിർത്തി കേട്ടോ. അപ്പോൾ ഈ ബില്ല് പ്രകാരം അതായത് ചേഞ്ചസ് ഇല്ലാത്ത, ഈ ഒരു വേതനത്തിൽ ചേഞ്ചസ് ഇല്ലാത്തത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും 90% നിലനിർത്തി. അതായത് പഴയ പോലെ തന്നെ നിലനിർത്തി. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം 40% കൂട്ടിയിട്ടുണ്ട് കേട്ടോ. വേതനം 40% കൂട്ടിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ 60:40 ആണ്. അതായത് 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ വഹിക്കേണ്ടത്. പക്ഷേ അതിനകത്ത് നിന്ന് എക്സെപ്ഷൻ വന്നിട്ടുള്ളത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും 90% ആക്കിയിട്ടുള്ള പഴയ പോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ 90% കേന്ദ്രവും 10% സംസ്ഥാനവും എന്നാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ വരുന്നത്. ക്ലിയർ ആണ്? അടുത്തത്
15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാർ നൽകണം. അതുകൊണ്ട് അറിഞ്ഞിരിക്കണം, 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ, മറ്റേത് നമ്മൾ വേതനം നൽകാനായിരുന്നെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അത് വേതനം നൽകാതിരുന്നാലാണ് നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായി, അതായത് ഒരാൾക്ക് ജോലി 15 ദിവസത്തിനകം ഒരാൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ സംസ്ഥാന സർക്കാർ തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? ഒന്നുകൂടെ പറയാം. 15 ദിവസങ്ങൾക്കകം തൊഴിൽ നൽകാനായില്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തൊഴിലില്ലായ്മ വേതനം സംസ്ഥാന സർക്കാർ നൽകണം. നോട്ട് ചെയ്ത് വെച്ചോണേ, സംസ്ഥാന സർക്കാരാണ് തൊഴിലില്ലായ്മ വേതനം നൽകേണ്ടത് എന്നാണ് ഈ ഒരു ബില്ല് പ്രകാരം പറയുന്നത്. ഇനി നമുക്ക് തൊഴിലുറപ്പ് വേതനോടെ നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വേതന നിരക്ക് എത്രയാണ്? 2.7%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടെ പറയാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വേതന നിരക്ക് എത്രയാണ്? 2.7% വരുന്നത്. ക്ലിയർ ആണ്? അടുത്തത്, ഏറ്റവും കൂടുതൽ വേതനമുള്ള സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ വേതനമുള്ള സംസ്ഥാന തൊഴിലുറപ്പ് വേതനം. അതായത് 400 രൂപയാണ് ഹരിയാനയിലുള്ളത്. പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ്, അതായത് പുതിയ സാമ്പത്തിക വർഷം പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. 400 രൂപയാണ് ഏറ്റവും കൂടുതൽ വേതനമുള്ള ഹരിയാനയിൽ വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് വേതനമുള്ള സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. 241 രൂപ വെച്ചാണ് ഈ അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും തൊഴിലുറപ്പ് വേതനം കൊടുക്കുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, ഏറ്റവും കുറവ് വേതനം അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് 241 രൂപ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എത്ര വേതനമാണെന്ന് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. ഇപ്പോൾ പുതിയ 2025-26 സാമ്പത്തിക വർഷപ്രകാരം 369 രൂപയാണ് കേരളത്തിൽ തൊഴിലുറപ്പ് വേതനം നൽകുന്നത്. ഇത് പഠിച്ചു വെച്ചോണേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 369 രൂപ കേട്ടോ. നമ്മുടെ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനമാണ് 369 രൂപ. ഈ 369 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ആരെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? നമ്മുടെ കൂട്ടുകാരൊക്കെ സിനിമ ആണെന്നുണ്ടെങ്കിൽ ഓർമ്മ വരുന്നത് മമ്മൂട്ടിയായിരിക്കും. മമ്മൂട്ടിയുടെ കാറിൻ്റെ നമ്പരൊക്കെ 369 അല്ലേ? അത് വെച്ച് അങ്ങ് കണക്ട് ചെയ്തോണം, മലയാളികളുമായിട്ട് അതങ്ങ് വെച്ച് കേരളവുമായിട്ട് അങ്ങ് കണക്ട് ചെയ്തോണം. 369 രൂപ. അപ്പോൾ കേരളത്തിലെ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 369 രൂപ. കേരളത്തിൽ 6.65% വർധനം വന്നിട്ടുള്ളത്. ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ കേരളത്തിലെ വർധനവ് 6.65% വർധനം വന്നിട്ടുണ്ട്. അതായത് നേരത്തെ 346 ആയിരുന്നു, അതുപോലെ അതിൻ്റെ കൂടെ 23 രൂപയുടെ കൂട്ടി 369 രൂപയാണ് ഇപ്പം നിലവിൽ കൊടുക്കുന്നത്. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണേ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. തൊഴിലുറപ്പ് വേതനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ വേതന നിരക്ക് എത്രയാണ്? 2.7%. ഏറ്റവും കൂടുതൽ വേതനം എവിടെയാണ്? ഹരിയാനയിലാണ്, 400 രൂപ. ഏറ്റവും കുറവ് വേതനം 2 സംസ്ഥാനങ്ങളിലാണ്, അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം വരുന്നത്, 241 രൂപ. കേരളത്തിലെ നിലവിലെ തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 369 രൂപ. 369 രൂപ. കേരളത്തിലെ വർധനം എത്രയാണ്? കേരളത്തിലെ വർധനവ് 6.65% വർധനമാണ് കേരളത്തിൽ വരുന്നത്. ഇത്രയുമാണ് നമ്മുടെ VBG റാംജി ബില്ലുമായിട്ട്, അതായത് പുതിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലുമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഒരു ബില്ലൂടെ പഠിക്കാനുണ്ട് ഡിസംബർ മാസത്തെ. അതാണ് ആരോഗ്യ സുരക്ഷാ ദേശീയ സുരക്ഷാ സെസ് ബില്ല് കേട്ടോ. അപ്പോൾ ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബില്ലാണ് 2025 നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമനാണ്. നമ്മുടെ ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ സെസ് ബില്ല് 2025 അവതരിപ്പിച്ചതാരാണ്? നിർമ്മല സീതാരാമനാണ്. ലോകസഭയിൽ അവതരിപ്പിച്ചത് 2025 ഡിസംബർ 1-നും അതുപോലെ തന്നെ ലോകസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 5-നും രാജ്യസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 8-നും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടിയത് 2025 ഡിസംബർ 15-നുമാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ഈ ഒരു ബില്ലിൽ ലഭിച്ചത്. അതുപോലെ തന്നെ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നത് 2026 ഫെബ്രുവരി 1 മുതൽ നിയമം നടപ്പിലാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചു വെച്ചോണം, ഈ ഒരു 2026 ഫെബ്രുവരി 1 മുതൽ നിയമം നടപ്പിലാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ആരോഗ്യ സുരക്ഷ ദേശീയ സുരക്ഷാ ബില്ല് 2025 അവതരിപ്പിച്ചതാരാണ്? കേന്ദ്ര ധനമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനാണ്. ലോകസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 5-നാണ്. രാജ്യസഭ പാസ്സാക്കിയത് 2025 ഡിസംബർ 8-നാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം 2025 ഡിസംബർ 15-നാണ്. അതുകൂടാതെ തന്നെ 2026 ഫെബ്രുവരി 1 മുതലാണ് നിയമം നടപ്പിലാക്കാൻ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത്. ക്ലിയർ ആണ്? ഇനിയിപ്പോൾ എന്താണ് ഈ നിയമം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം.
പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിന് സെസ് ചുമത്താൻ ബില്ല് നിർദ്ദേശിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് ബില്ല്. എന്താണ്? പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനത്തിന് സെസ് ചുമത്താൻ ബില്ല് നിർദ്ദേശിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ ബില്ല് 40% GSTക്ക് പുറമെ പാൻ മസാല യൂണിറ്റുകൾക്ക് ഒരു പ്രത്യേക സെസ് ചുമത്തുന്നു. അപ്പോൾ എന്താണ് ഈ ബില്ല് 40%? അതെന്നറിയാം, നമ്മൾ പാൻ മസാലയ്ക്കകത്ത് 40% GST വരുന്നത്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ ബില്ല് 40% GSTക്ക് പുറമെ പാൻ മസാല യൂണിറ്റുകൾക്ക് ഒരു പ്രത്യേക സെസ് ചുമത്തുന്നു. അതുപോലെ തന്നെ സെസ്സിൽ നിന്നുള്ള വരുമാനം പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുള്ള ചിലവുകൾക്കും ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സെസ്സിൽ നിന്നുള്ള വരുമാനം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സെസ്സിൽ നിന്നുള്ള വരുമാനം പൊതുജനാരോഗ്യത്തിനും ദേശീയ സുരക്ഷയ്ക്കുമുള്ള ചിലവുകൾക്കും ഉപയോഗിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് VBG റാംജി ബില്ലും, അതായത് പുതിയ തൊഴിലുറപ്പ് ഭേദഗതി ബില്ലും അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ ബില്ലുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ബില്ലുകളും. ആദ്യം പഠിച്ചതായിക്കോട്ടെ രണ്ടാമത് പഠിച്ചതായിക്കോട്ടെ, ഇത് രണ്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം നമ്മുടെ ഈ ഒരു ക്ലാസ് ഒന്ന് നിങ്ങൾ ഹൈപ്പ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ റെക്കമെൻഡേഷൻ പോകും, അത് ചെയ്യുന്നൊരു വലിയൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സബ്സ്ക്രൈബോടെ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു.